നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ സെറ്റ് സുവോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം, ഇനി വരുന്ന എക്സാംസിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട പാർട്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a treatment that can be used to induce polyploidy in plants is polyploidy plants induce ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ഇതിനകത്ത് ഏതാണ്? അക്രിഡിൻഡൈൻസ്, അസോതിയോപ്രിൻ, കോൾക്കിസിൻ ആൻഡ് ഗിബ്രലിക് ആസിഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, കോൾക്കിസിൻ ആണ്. എന്താണ് കോൾക്കിസിൻ എന്ന് പറയുന്നത്? എന്താണ് കോൾക്കിസിൻ എന്ന് പറയുന്നത്? ഈ പറയുന്ന സെൽ ഡിവിഷന്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബറിന്റെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. സ്പിൻഡിൽ ഫൈബറിന്റെ ഫോർമേഷൻ ഇൻഹിബിറ്റ് ചെയ്താൽ അതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്പിൻഡിൽ ഫൈബേഴ്സ് ആണല്ലേ ക്രോമസോംസിനെ അനാഫേസിന്റെ സമയത്ത് സെപ്പറേറ്റ് ചെയ്ത് പോൾസിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ആ ഒരു കണ്ടീഷൻ നടക്കാതെ വന്ന് അവിടെ ക്രോമസോംസിന്റെ എന്ത് വരും? ഡബ്ലിംഗ് വരും. ഈ പറയുന്ന ഡബ്ലിംഗിനെയാണ് നമ്മൾ പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. കോമൺലി നടക്കുന്നത് എവിടെയാണ്? പ്ലാന്റ് ബ്രീഡിംഗിനകത്താണ് കൂടുതലായിട്ടും. ഈ പറയുന്ന അനിമൽസിൽ പോളിപ്ലോയിഡ് വളരെ റെയർ ആണ്. സോ കോൾക്കിസീൻ ആണ് ഇതിന് ഏറ്റവും ഇൻഡ്യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്രിഡിൻഡൈസ് പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന DNA-യിലെ മ്യൂട്ടേഷൻ ബൈ ഇന്റർകലൈറ്റിംഗ് ഇൻടു DNA-യിലേക്ക് ഇന്റർകലൈറ്റ് ചെയ്ത് മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അസോത്രിയോപ്രിൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് ഒരു സ്റ്റാൻഡേർഡ് പോളിപ്ലോയിഡ് ഇൻഡ്യൂസിംഗ് ആയിട്ടുള്ള കെമിക്കൽ അല്ല. അടുത്ത ഓപ്ഷൻ ഏതായിരുന്നു? ഗിബ്രലിക് ആസിഡ്. നമുക്കറിയാം അതൊരു പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ആണ്. ആ ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റെം എലോങ്ങേഷൻ, അല്ലാതെ ക്രോമസോമുമായിട്ട് ഒരു പോളിപ്ലോയിഡുമായിട്ട് ഒരു ബന്ധമില്ല. ഇറ്റ് ഈസ് ഫോർ സ്റ്റെം എലോങ്ങേഷൻ. ഓക്കെ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which among the following pest is commonly known as lawn armyworm? സോ ഈ പറയുന്ന പെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓരോ പ്രാവശ്യം ഓരോ പെസ്റ്റ് ആണ്. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ലോൺ ആർമി വോം എന്ന് പറയുന്നത് ഇതിനകത്ത് സാക്രോകോക്കസ് സക്കാരി, റെങ്കോഫോറസ് ഫെറോജിനിയസ്, ലെപ്റ്റോകൊറീസ അക്യൂട്ട, സ്പോഡോപ്റ്റെറ മൊറീഷ്യ. ഇതിൽ ഏതാണ് ലോൺ ആർമി വോം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, സ്പോഡോപ്റ്റെറ മൊറീഷ്യ ആണ്. സോ ഈ പറയുന്ന സ്പോഡോപ്റ്റെറ മൊറീഷ്യ എന്ന് പറയുന്നത് കോമൺലി വെൽ നോൺ ആയിട്ടുള്ള ഒരു കാറ്റർപില്ലർ പെസ്റ്റ് ആണ്. നമ്മൾ അതിന്റെ പേര് പറഞ്ഞു ലോൺ ആർമി വോം. അത് പ്രധാനമായിട്ടും ഗ്രാസിനെയും അതേപോലെ തന്നെ ലോൺസിനെയും ഒക്കെ ഫീഡ് ചെയ്യുന്നതും. അതേപോലെ തന്നെ ഇവർ എന്തുകൊണ്ടാണ് നമ്മൾ ലോൺ ആർമി എന്ന് പറയുന്നതിന് കാരണം, ഇവർ ഈ കാറ്റർപില്ലർ പെസ്റ്റ് പ്രധാനമായിട്ടും ഗ്രൂപ്പായിട്ട് ആർമി ആയിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ഓപ്ഷൻ ഏതൊക്കെയായിരുന്നു? സാക്രോകോക്കസ് സാക്കാരി, അത് ഷുഗർ കെയിനിലുള്ള ബഗ് പെസ്റ്റ് ആണ്. റൈങ്കോഫോറസ് റെഡ് പാം വീവിലാണ്. ലെപ്റ്റോകൊറീസ അക്യൂട്ട എന്ന് പറയുന്നത് ഗുന്തി ബഗ് അല്ലെങ്കിൽ റൈസിയോ ഹെഡ് ബഗ് എന്ന് നമ്മൾ പറയുന്നു. അടുത്തത് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്, RAPD stands for random amplified polymorphic DNA, readily amplified polymorphic DNA, repeatedly amplified polymorphic DNA, reversibly amplified polymorphic DNA. Simple question ആയിരുന്നു. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA. എന്താണ് ഈ പറയുന്ന റാപ്ഡ് അല്ലെങ്കിൽ RAPD എന്ന് പറയുന്നത്? എന്താണ്? ഒരു PCR ബേസ്ഡ് ടെക്നിക് ആണ്. എന്തിനു വേണ്ടി? റാൻഡം പ്രൈമേഴ്സിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് റാൻഡം പ്രൈമേഴ്സ് അൺനോൺ DNA സെഗ്മെന്റ്സിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ബാൻഡ് പാറ്റേൺസ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ബാൻഡ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. RAPD-യിലൂടെ നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി സ്റ്റഡീസിനെല്ലാം അതെല്ലാം ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അടുത്തത് വിച്ച് among the following is a false statement? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ ഓരോ സെന്റൻസും കറക്റ്റ് ആയിട്ട് വായിച്ചു പോകുക. ഫസ്റ്റ് എന്താണ്? ക്ലസ്റ്റൽ ഈസ് യൂസ്ഡ് ആസ് എ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് സോഫ്റ്റ്വെയർ. കറക്റ്റ് അല്ലേ? ക്ലസ്റ്റൽ എന്ന് പറയുന്നത് കറക്റ്റ്ലി ഒരു മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ആണ്. സോ അത് ആൻസർ കറക്റ്റ് ആണ്. അഡംടോക്സ് ഈസ് യൂസ്ഡ് ടു അക്സസ് ദ എഫിക്കസി ആൻഡ് ടോക്സിസിറ്റി ഓഫ് ദി ഡ്രഗ്സ്. സോ അതും കറക്റ്റ് ആണ്. അത് കറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ? ഈ പറയുന്ന ഡ്രഗ്സിന്റെ ടോക്സിസിറ്റിയും അതേ കൂടാതെ അതിന്റെ മെറ്റാബോളിസം എക്സ്ക്രീഷനെ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? അഡ്മെക്ടോക്സ് എന്ന് പറയുന്നത്. CATH and SCOP databases are used in the hierarchical classification of DNA. സോ അത് റോങ് ആണ്. ഇത് കാരണം ഈ പറഞ്ഞ CATH-ഉം സ്കോപ്പും എന്തിനു വേണ്ടിയാണ്? DNA-നെ ക്ലാസിഫൈ ചെയ്യാനല്ല, മറിച്ച് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനാണ്, പ്രോട്ടീനെയാണ്. സോ ഓപ്ഷൻ സി ആണ് റോങ്.
അടുത്തത് നോക്കുക, FASTA ഈസ് എ സീക്വൻസ് സെർച്ചിങ് ആൻഡ് ലോക്കൽ അലൈൻമെന്റ് ആൽഗോരിതം. കറക്റ്റ് ആണ്. ഒരു FASTA എന്ന് പറയുന്നത് സീക്വൻസ് സെർച്ചിങ് ആൻഡ് ലോക്കൽ അലൈൻമെന്റ് ആൽഗോരിതം ആണ്. സോ നമ്മൾ ആൻസർ പറഞ്ഞു, ഓപ്ഷൻ സി ആയിരുന്നു റോങ് ആയിട്ടുള്ളത്. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് പറഞ്ഞു പോയി. CATHും അതേപോലെ തന്നെ അല്ലെങ്കിൽ CAT അതേപോലെ തന്നെ സ്കോപ്പ് എന്ന് പറയുന്നത് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനാണ്. സ്ട്രക്ചറൽ ഡൊമെയിൻസിന്റെ ബേസിസിൽ ഈ പറയുന്ന പ്രോട്ടീൻസിനെ ഓർഗനൈസ് ചെയ്യാനുള്ളതാണ്, DNA അല്ല. ചന്ദ്രഗിരി ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ പേൾ കൾച്ചർ, മസിൽ കൾച്ചർ, എപ്പികൾച്ചർ ആൻഡ് സെറികൾച്ചർ. എന്താണ് ചന്ദ്രഗി? ചന്ദ്രഗി ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ ഏത് കൾച്ചറിനകത്താണ് അത് വരുന്നത്? സെറികൾച്ചർ ആണ്. എന്തിനു വേണ്ടി? മെച്ചർ ആയിട്ടുള്ള സിൽക്ക് വേമിന് കൊക്കോൺസിനെ സ്പിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചന്ദ്രഗി എന്ന് പറയുന്നത്. സോ ആൻസർ സെറികൾച്ചർ ആണ്. സെറികൾച്ചർ അല്ലെങ്കിൽ സിൽക്ക് വേമിന്റെ കൾച്ചറിനുള്ളതാണ്. Which of the following is a not a character of heterochromatin? Not a character ആണ് നോക്കുക. Located in the dark bands of polythene chromosome. കറക്റ്റ് അല്ലേ? ഈ പറയുന്ന ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡാർക്ക് ബാൻഡ്സുകളായിട്ടാണ് കാണുന്നത്. അടുത്ത് വരുന്നത് അസോസിയേറ്റഡ് വിത്ത് ആക്റ്റീവ് ജീൻസ്. ഈ പറയുന്ന ഹെട്രോക്രോമാറ്റിൻ ആക്റ്റീവ് ജീൻസ് ആണോ? അല്ല, അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ജനറ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ട് ഒരു ഫംഗ്ഷനും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് സൈറ്റേഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത പാർട്ടുകളെയാണ് നമ്മൾ ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് ജീൻ ഉള്ള പാർട്ടിനെ നമ്മൾ എന്ത് പറയുന്നു? യൂക്രോമാറ്റിൻ എന്ന് പറയുന്നു. യൂഷ്വലി ഫൗണ്ട് ഇൻ സെൻട്രോമെറിക് ജീൻ. സോ അത് കറക്റ്റ് ആണ്. സെൻട്രോമെറിക് റീജിയണിലാണ് അതിനകത്ത് കാണുന്നത്. ഐഡന്റിഫൈഡ് ഇൻ അറ്റ്ലീസ്റ്റ് സം ഇന്റർഫേസ് ക്രോമസോംസ്. അതും കറക്റ്റ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കുക, ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ജനറ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഹൈലി കണ്ടൻസ്ഡ് ആയിട്ട് ഡാർക്ക് ബാൻഡുകളായിട്ടാണ് ഈ പറയുന്ന ഹെട്രോക്രോമാറ്റിനെ കാണുന്നത്. ഇവര് ജനറ്റിക്കലി ഇനാക്റ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. എന്താ? ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീനുകളും ഇതിന്റെ ക്യാരക്ടർ അല്ല, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ജീനുകളെ നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് വിസിബിൾ ഇൻ ഇന്റർഫേസ്. ഇന്റർഫേസിലും കാണാം. കാരണം എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞു ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് ആണ്. സോ കണ്ടൻസ്ഡ് ഫോമിനകത്ത് നമ്മൾ ഇന്റർഫേസിൽ കാണാൻ ഏറ്റവും എളുപ്പമാണ്. അടുത്തതാണ് വിച്ച് among the following is not a proteoglycan. സോ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. നെഗറ്റീവ് ഫോമിലാണ്. നോട്ട് എ പ്രോട്ടിയോഗ്ലൈക്കാൻ. ഏതാണ്? അഗ്രിഗൻ എന്ന് പറയുന്നത് കാർട്ടിലേജിന്റെ ഒരു പ്രോട്ടിയോഗ്ലൈക്കാൻ ആണ്. മേജർ ആയിട്ടുള്ള കാർട്ടിലേജിന്റെ പ്രോട്ടിയോഗ്ലൈക്കാനെയാണ് നമ്മൾ അഗ്രിഗൻ എന്ന് പറയുന്നത്. ബീറ്റാ ഗ്ലൈക്കാൻ പേര് തന്നെയുണ്ട്. ബീറ്റാ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ആയിട്ടുള്ള പ്രോട്ടിയോഗ്ലൈക്കാൻ ആണ്. സിൻഡിക്കാൻ 1 ഒരു സെൽ സർഫേസ് ആയിട്ടുള്ള പ്രോട്ടിയോഗ്ലൈക്കാൻ ആണ്. അടുത്ത ഏതാണ്? ഹൈലുറോണൈൻ ആണ്. സോ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. പ്രോട്ടിയോഗ്ലൈക്കാൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ഹൈലുറോണൈൻ ആണ്. എന്താണ് ഈ പറയുന്ന ഹൈലുറോണൈൻ? അത് ഗാഗ് ആണ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അമിനോഗ്ലൈക്കൻ ആണ്. പ്രോട്ടിയോഗ്ലൈക്കൻ അല്ല. സോ അതൊരു കോർ പ്രോട്ടീനുമായിട്ടുള്ള ഒരു അറ്റാച്ച് ചെയ്തിട്ടൊന്നുള്ളതല്ല. സോ ബാക്കി എല്ലാ ഓപ്ഷൻസും എന്താണ്? പ്രോട്ടിയോഗ്ലൈക്കാൻ ആണ്. അതേപോലെ തന്നെ അഗ്രിക്കാനും ബീറ്റാ ഗ്ലൈക്കാനും സിൻഡിക്കാൻ 1 എല്ലാം എവിടെ കാണുന്ന പ്രോട്ടിയോഗ്ലൈക്കാൻ ആണെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. അഗ്രിക്കാൻ എവിടെയാണ്? കാർട്ടിലേജ് ആണ്. ബീറ്റാ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത് മെംബ്രെയിനിലാണ്. സിൻഡിക്കാൻ 1 എന്ന് പറയുന്നത് സെൽ സർഫസിലുള്ളതാണ്. Origin of replication requires DNA sequences usually rich in AT bases, GC bases, both AT and GC bases, no particular sequence. ഏതാണ് വരുന്നത്? Origin of replication എപ്പോഴും വരുന്നത് AT ബേസിസിലാണ്. AT അതായത് അഡിനിനും തൈമിനും റിച്ച് ആയിട്ടുള്ള ബേസിസിലാണ് എന്ത് വരുന്നത്? DNA സീക്വൻസിന്റെ റിപ്ലിക്കേഷന്റെ ഒറിജിൻ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ATയിലാണ്. കാരണം എന്താണ്? നോക്കുക, അഡിനിൻ തൈമിൻ ബോണ്ടുകൾ എത്രയാണ്? 2 ബോണ്ടുകളേ ഉള്ളൂ. ഗ്വാനിൻ സൈറ്റോസിനിലാണെങ്കിൽ 3 ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ട്. സോ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന അൺവൈൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്യാനും എല്ലാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഏതായിരിക്കും? 2 ഹൈഡ്രജൻ ഉള്ളതാണ്. സോ അതുകൊണ്ടാണ് AT റിച്ച് ബേസിസിൽ റിപ്ലിക്കേഷൻ ഒറിജിൻ നടക്കുന്നത്. Identify the correct statement among the following. ഇതിനകത്ത് correct statement ഏതൊക്കെയാണ്? Gel electrophoresis is used for protein separation.
കറക്റ്റ് ആണോ സ്റ്റേറ്റ്മെന്റ്? കറക്റ്റ് ആണ്. ജെൽ ഇലക്ട്രോഫോറസിന് എന്തിനുള്ള കഴിവുണ്ട്? ഈ പറയുന്ന പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. SDS പേജ് ഒക്കെ അതിനൊരു ഉദാഹരണമാണ്. സോ അത് കറക്റ്റ് ആണ്. റേഡിയോ ഇമ്മ്യൂണോ അസേ മെഷേഴ്സ് ഹോമോണസി അതായത് ഹോർമോൺ ലേബിൾഡ് ആയിട്ടുള്ള എന്താണ് റേഡിയോ ഇമ്മ്യൂണോ അസേ? അവര് റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ആന്റിജൻസ് അല്ലെങ്കിൽ ആന്റിബോഡീസ് വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഹോർമോൺസിനെയും അതുകൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റും സെക്കൻഡും കറക്റ്റ് ആണ്. എലൈസ യൂസസ് എൻസൈം കോൺജുഗേറ്റഡ് ആന്റിബോഡീസ്. അതെ, എലൈസ എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ 1, 2, 3 കറക്റ്റ് ആണ്. അടുത്ത് നോക്കുക, അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ കനോട്ട് സെപ്പറേറ്റ് DNA ആണ്. സോ അത് റോങ് ആണ്. അൾട്രാ സെൻട്രിഫ്യൂഗേഷനിൽ നമുക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഈ പറയുന്ന CCCl ഗ്രേഡിയന്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ DNA നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അൾട്രാ സെൻട്രിഫ്യൂഗേഷന് എന്ത് സാധിക്കുന്നുണ്ട്? DNA സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ആൻസർ ഇതിൽ നോക്കുക, 1 and 3 only, 1, 2, 3 only, 2, 4 only, 1, 2, 3, 4. ഏതാണ് കറക്റ്റ്? ഫോർത്ത് വൺ ഇൻകറക്റ്റ് ആണ്. സോ 1, 2, 3. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു. അടുത്തത്, scientific name of mosquito fish is. Mosquito fishന്റെ scientific name എന്ത്? Pterophyllum scalare, Carassius auratus, Gambusia affinis, Betta splendens. ഏതാണ് ഈ പറയുന്ന mosquito fishന്റെ scientific name? Gambusia affinis ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഗംബ്യൂസിയ അഫിനിസ് എന്ന് പറയുന്നത് മോസ്കിറ്റോ ഫിഷ് ആണ്. കാരണം അത് എന്തുകൊണ്ടാ? ഈ ഫിഷ് മെയിൻലി ഫീഡ് ചെയ്യുന്നത് മോസ്കിറ്റോ ലാർവയാണ്. അതുകൂടാതെ ബയോളജിക്കൽ കൺട്രോളിലും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മോസ്കിറ്റോയുടെ ബയോളജിക്കൽ കൺട്രോളിലും ഈ പറയുന്ന ഗംബൂസിയ അഫിനിസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതിന്റെ കൂടി ഓർത്തിരിക്കുക. ചെറോഫൈലം സ്കെലാറെ എന്ന് പറയുന്നതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ഏഞ്ചൽ ഫിഷ് ആണ്. കറേഷ്യസ് ഒറാറ്റസ് എന്താണ്? ഗോൾഡ് ഫിഷ് ആണ്. ബീറ്റ സ്പ്ലെൻഡൻസ് എന്ന് പറയുന്നത് സയാമീസ് ഫൈറ്റിംഗ് ഫിഷ് ആണ്. സോ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.